പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയം മരണം വന്നെത്തും മുമ്പേ എന്നുള്ളതാണ്. ലോകത്ത് പല തർക്കങ്ങളും കുതർക്കങ്ങളും നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മതമുണ്ട്, മതമായി കൊണ്ട് ജീവിതത്തിലൂടെ കൊണ്ടുപോകണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, എന്നാൽ അതൊന്നുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകൾ. ഓരോ മേഖലകൾ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ വ്യത്യസ്തമായ തർക്കങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ലോകത്ത് ഒരാളും തർക്കിക്കാത്ത, ഒരാൾക്കും തർക്കിച്ചുകൊണ്ട് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വാസ്തവമായ ഒരു സത്യമാണ് പ്രിയപ്പെട്ടവരെ മരണമെന്നുള്ള സത്യം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ ചിന്തകളെ തട്ടിയുണർത്തുമാർ റബ്ബ് പറഞ്ഞത് എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുമെന്നുള്ളതാണ്. എത്ര വലിയ കുബേരനായാലും കുചേലനായാലും പണിക്കാരനായാലും പണക്കാരനായാലും മണിമാളികകളിൽ അന്തിയുറങ്ങുന്നവനായാലും പ്രിയപ്പെട്ടവരെ, ആ മരണമെന്നുള്ള വാസ്തവത്തിൻ്റെ മുമ്പിൽ ചെന്നെത്തിപ്പെടേണ്ടുന്ന ഒരു ദിവസം നമുക്കൊക്കെ വരാനുണ്ട്. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മരണമെന്നുള്ള വാസ്തവം ഏറ്റവും നല്ല രൂപത്തിൽ അനുഭവിക്കാൻ കഴിയുക ആർക്കാന്നറിയോ? നല്ല സമ്പത്തുള്ളവൻക്കാണോ? അല്ല. അധികാരമുള്ളവൻക്കാണോ? അല്ല. മറിച്ച് തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം ഇവിടെ ആര് പുലർത്തിയോ, തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതവുമായി ആരിവിടെ കടന്നുപോയോ, ജീവിതത്തിൽ തൗഹീദുമായി കടന്നുപോയ ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്ക് സമാധാനപൂർണമായി കൊണ്ടുള്ള മരണമാണ്. ജീവിതത്തിൻ്റെ ഏതേത് പ്രയാസങ്ങളും ഏതേത് ബുദ്ധിമുട്ടുകളും മാറാത്ത രോഗങ്ങളും വേവലാതികളും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എത്രയെത്ര ആളുകളാണ് ഇന്ന് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ളത്. അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം മരിച്ചുപോയ മഹാത്മാക്കളോട് അതാ അവർ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരങ്ങളിലൂടെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ പറഞ്ഞു പോയതെന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലാ, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവല്ല എന്ന് പ്രഖ്യാപിച്ച മുസ്ലിം നാമകാരികളായിട്ടുള്ള ആളുകൾ ജീവിതത്തിലേക്കൊരു പ്രയാസവും ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കടന്നു വരുമ്പോഴേക്കും അവനതാ പോവുകയാണ്, മക്ബറകളിലേക്കതാ പോവുകയാണ്, മഹത്തുക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ദുരവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. ഒരിക്കലും നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. ഈ ഒരു ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർ അവരുടെ സമൂഹത്തോട് പറഞ്ഞത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, ഓരോ സമൂഹത്തിലേക്കും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ ദൂതന്മാരെല്ലാം അവിടെ പോയിട്ട് ആദ്യമായി പ്രഖ്യാപിച്ചത് അനിഅ്ബുദുല്ലാഹ്, അല്ലാഹനെ മാത്രം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണേ എന്നാണ്. ഓക്കെ, നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൗത്യം ആ പ്രവാചകന്മാർ ഏറ്റെടുത്ത ദൗത്യം, ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, നമ്മുടെ കുടുംബക്കാർക്കിടയിൽ, നമുക്കറിയുന്നവർക്കിടയിൽ ഈ തൗഹീദിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ മരണമെന്നുള്ള വാസ്തവം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ പ്രിയപ്പെട്ടവരെ നമ്മുടെ തൗഹീദ് നമ്മൾ പ്യൂറാക്കണം. തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം നമ്മൾ ക്ലിയറാക്കണം. തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ
ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് റബ്ബ് പറഞ്ഞത് എന്താണ്? ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. നബിയെ, താങ്കൾ മരിക്കുന്നവനാകുന്നു, അവരും മരിക്കുന്നവനാകുന്നു. ഇവിടെ പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന സന്ദർഭങ്ങളിലൂടെ എത്രയെത്ര പ്രയാസങ്ങളാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരാളെപ്പോലും നോവിക്കാതെ, ഒരാളുടെ അഭിമാനത്തിന് പോലും ക്ഷതം വരുത്താതെ ഏറ്റവും ഉത്തമനായി നടന്ന നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഹലാലും ഹറാമും വേർതിരിക്കാതെ ഹക്കും ബാത്തിലും നോക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മള് എത്രത്തോളം പ്രയാസപ്പെട്ടു പോകും എന്നുള്ള ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈ ഒരു സന്ദർഭത്തിൽ ഒന്ന് ചിന്തിക്കുവാനുണ്ട്. അള്ളാഹു നമ്മുടെ ആഖിബത്തിനെ നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല, ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യും? വിട പറഞ്ഞു പോകും. അങ്ങനെ മരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, അതിന് ഏക വഴി എന്ന് പറഞ്ഞ എന്തുള്ളൂ? ജനിക്കാതിരിക്കുക എന്നുള്ളതാണ്, അല്ലേ? ആ മഹാനായ പ്രവാചകൻ നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനിമിഷങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ, അങ്ങക്ക് പ്രയാസമുണ്ടോ? അങ്ങക്ക് വേദനയുണ്ടോ? അങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി, ഇന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വേദന, ആ മരണത്തിൻ്റെ ആ ഒരു അവസ്ഥ, ആ ഒരു വേദന നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ചിട്ടുണ്ട്. അതിനെ സഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ് ആ റബ്ബിങ്കിലേക്ക് മാറ്റിവെക്കാൻ വേണ്ടി നമ്മൾ കരുതി വെച്ചിട്ടുള്ളത്, അല്ലേ? ഒരാൾക്കും ഒരാളെപ്പോലും സഹായിക്കാൻ കഴിയാത്ത, ഒരാളുടെ അധികാരമോ പദവികളോ അവൻക്ക് മെച്ചപ്പെടുത്താൻ കഴിയാത്ത, അവൻ്റെ സമ്പത്തോ അവൻ്റെ അധികാരമോ അവനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവനക്ക് കഴിയാത്ത ഒരു സന്ദർഭമാണ്. അല്ലാഹ് പറയുകയാണ്, ഐനമാ തകൂനൂ യുദ്രികുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. കൊട്ടിയടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ പോയി ഒളിച്ചാലും, നിങ്ങൾ വലിയ സമ്പത്തുള്ളവനാണോ, അധികാരമുള്ളവനാണോ, പവറുള്ളവനാണോ, സൗന്ദര്യമുള്ളവനാണോ, അതൊന്നും അവിടെ പ്രശ്നമില്ല. നിങ്ങൾ എവിടെയായിരുന്നാലും, കൊട്ടിയടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ പോയിരുന്നാലും ആ മരണം നിങ്ങളെ പിടികൂടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, എൻ്റെ മരണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ എന്ത് ഒരുക്കി വെച്ചു? അപ്പോൾ നമ്മളോടൊരാൾ ചോദിക്കുകയാണ്, അല്ല എന്തൊക്കെയാണ് നിൻ്റെ വിശേഷങ്ങളെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ റാഹത്താന്ന് പറയും, അല്ലേ? അത് കഴിഞ്ഞ് ആ സഹോദരൻ നമ്മളോട് ചോദിക്കുകയാണ്, മക്കൾക്ക് വേണ്ടി എന്താപ്പോ എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് പറയാൻ ഒരുപാട് മറുപടി ഉണ്ടാവും. എന്നാൽ നിന്റെ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി, നാളെ പരലോകത്ത് നിനക്ക് വേണ്ടി നീ എന്ത് മാറ്റിവെച്ചു എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, പറയാൻ നമ്മുടെ അടുക്കൽ മറുപടി ഉണ്ടോ? നമ്മുടെ മുൻഗാമികൾ എങ്ങനെ ഇരുന്നറിയൂ? ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിനെ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുകയാണ്, താങ്കൾ ഇപ്പോൾ എവിടെയാണ്? ആ സ്വഹാബി കൊടുക്കുന്ന മറുപടി, ഞാനിപ്പോൾ സിറാത്ത് പാലത്തിലാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലുടനീളം, സമൂഹത്തിലുടനീളം, കുടുംബത്തിലുടനീളം ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും സ്വഹാബത്തിന്റെ ചിന്ത പരലോകമാണെങ്കിൽ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ,
എന്നെന്നും അവശേഷിച്ചു നിൽക്കുന്നത് ആ പരലോകമാണ് എന്നുള്ള ആ ഒരു വല്ലാത്ത ആയത്തിന്റെ ആ വിശാലത മനസ്സിലാക്കിയവരായിരുന്നു സ്വഹാബത്ത് അല്ലേ? റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ വിത്ർ നമസ്കാരത്തിലൂടെ സൂറത്തുൽ അഅലയിലൂടെ ഈ പാരായണം, ഈ ആയത്ത് പാരായണം ചെയ്ത് കടന്നു പോകുമ്പോ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ പടച്ചോനെ ആ പരലോകത്തിൽ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്? അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിട്ട് നിൽക്കണം. എങ്ങനെ? തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം ക്രമീകരിച്ചുകൊണ്ട്. ഒരു യാത്രക്കാരൻ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്നവനെ പോലെ ഒരുങ്ങി നിൽക്കണം പ്രിയപ്പെട്ടവരെ. മരണത്തിന് വേണ്ടിയിട്ട് ആർക്കാണ് നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയുക? ആർക്കാ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുക? അല്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പൊന്നുമോനെ സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ, ഉപ്പാ ഞാൻ കോളേജിലേക്കാണ്, ഞാൻ എൻ്റെ മദ്രസയിലേക്കാണ്, ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞു പോകുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുകയാണ് എൻ്റെ കുട്ടി പോകുന്നത് കോളേജിലേക്കാണ്. എന്നാൽ ആ ഒരു പോക്ക് മരണത്തിലേക്കാണെന്ന് പറയാൻ, അത് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കാർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് റബ്ബ് പറഞ്ഞത് എന്തെന്നറിയുമോ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. നിന്റെ ജീവിതത്തിലേക്ക് പടച്ച റബ്ബ് നിശ്ചയിച്ച ആ മരണത്തിന്റെ അവധി അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ ഒരു മൈക്രോ സെക്കൻഡ് പോലും പടച്ച റബ്ബ് നിനക്ക് പിന്തിപ്പിച്ചു തരുന്നതെല്ലാം. നീ വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാകാം, നീ വലിയ പ്രാസംഗികനാകാം, നിയമപാലകനാകാം, അതല്ലെങ്കിൽ ലോകം ഏറ്റവും കൂടുതൽ അതിൻ്റെ തുടിപ്പുകൾ മനസ്സിലാക്കുന്നവനാകാം. പക്ഷേ പടച്ച റബ്ബ് നിന്റെ ആ ഒരു സമയത്ത് നിന്ന് നിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് റബ്ബ് നിനക്ക് വിട്ടുതരുന്നില്ല. ആ ഒരു സത്യം പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു മരണം നമ്മുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ മാലാഖന്മാർ നമ്മളെ ഏത് രൂപത്തിലാണ് നമ്മെ സ്വീകരിക്കുക? പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു സഹോദരിമാരെ. പരിശുദ്ധ ഖുർആൻ 2 മരണത്തിന്റെ ലക്ഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചു. എന്തിനു വേണ്ടി? നമ്മുടെ നന്മക്ക് വേണ്ടി. അതിനു മുമ്പ് നമ്മുടെ മുൻഗാമികളുടെ ജീവിതം നമ്മളെടുത്ത് പരിശോധിക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പഠിക്കാത്തവരാരും ഈ സദസ്സിൽ ഉണ്ടാവുകയില്ല. ആരാ പ്രിയപ്പെട്ടവരെ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് അബൂ ഹുറൈറ, പൂച്ചക്കുട്ടിയുടെ പിതാവ് എന്ന ആ ഒരു അപരനാമത്തിലൂടെ അറിയപ്പെട്ട മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ നന്മകളെയും ഹദീസുകളെയും ജനലക്ഷങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത സഹാബി വര്യൻ കരയാണ്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞിട്ടുള്ള ആളുകളാണ് അല്ലേ? നമ്മൾ കരഞ്ഞ എന്തിനു വേണ്ടിയിട്ടാ പ്രിയപ്പെട്ടവരെ? നമ്മൾ കരഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു പക്ഷേ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, നാളെ വരാനിരിക്കുന്ന നമ്മുടെ കച്ചവടത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണെങ്കിൽ, നമ്മുടെ ജീവിത വരുമാനത്തെ കുറിച്ചിട്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ കൂടെയുള്ള സ്വഹാബത്ത് ചോദിക്കുന്നു, അബൂ ഹുറൈറ എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളിലൂടെ, താങ്കൾ ഒരുപാട് നന്മകൾ സമൂഹത്തിന് എത്തിച്ചു കൊടുത്ത വ്യക്തിയല്ലേ, എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? വസ്സാദു ഖലീലുൻ വസ്സഫറു തവീൽ. എനിക്കുള്ള യാത്രയോ അത് വിദൂരമായ യാത്രയാണ്, എൻ്റെ അടുക്കലുള്ള പാതയം അത് വളരെ വിരളമാണ്, കുറവാണ്. 2 മറുപടിയാണ് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കാൻ കഴിയുമോ നമുക്ക്? നമ്മുടെയൊക്കെ മരണത്തിൻ്റെ സന്ദർഭങ്ങളിലൂടെ ഒന്ന് വാവിട്ട് കരയാൻ, പരലോകത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരയുവാനുള്ള ഒരു സമയം പടച്ച റബ്ബ് നമുക്ക് തരുമോ? നമ്മൾ ചിന്തിക്കുക.
അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വസ്സഫറു തവീൽ, എനിക്കുള്ള യാത്രയോ അത് വിദൂരമായി കൊണ്ടുള്ള യാത്രയാണ്. എൻ്റെ മരണം കഴിഞ്ഞ്, എൻ്റെ ഖബർ ജീവിതം കഴിഞ്ഞ്, എൻ്റെ ബർസഖിയായ ജീവിതം കഴിഞ്ഞ് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ പരലോകത്തിലേക്ക് എത്തി നിൽക്കുമ്പോ, എൻ്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്യുമ്പോ, എൻ്റെ അമലുകളെ പടച്ച റബ്ബ് എൻ്റെ മുമ്പിൽ നിവർത്തി വെക്കുമ്പോ എൻ്റെ റബ്ബ് എന്നെ എങ്ങനെ പരിഗണിക്കുവാനാണ് എന്നുള്ള വല്ലാത്ത ഒരു വേദന, ഒരു ആബലാതി എനിക്കുണ്ട്. പക്ഷേ വസ്സാദു ഖലീൽ, എൻ്റെ അടുക്കലുള്ള അമലുകൾ വളരെ കുറവാണല്ലോ സ്വഹാബ എന്നാണ്. ഒരു ജുമാ അങ്ങോട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ തീരുമാനിച്ചു ഞാൻ സ്വർഗത്തിലാണ്. റമദാന് 30 ദിവസം നോമ്പെടുത്തപ്പോൾ നമ്മൾ കരുതി ഞാൻ സ്വർഗത്തിലാണ്. ഫിത്ർ സക്കാത്ത് കൊടുത്തപ്പോൾ നമ്മൾ കരുതി ഞാൻ സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം കരയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ റബ്ബ് നാളെ പരലോകത്ത് എന്നെ എങ്ങനെ പരിഗണിക്കുമെന്നുള്ള ചിന്തയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രൂപത്തിലാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം കടന്നു വരേണ്ടത്. ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ എപ്പോൾ കടന്നു വരുന്നുണ്ടോ അന്ന് നമ്മുടെ ജീവിതം ഹൈറാകും. നാളെ പരലോകത്ത് നമുക്ക് രക്ഷ ഉണ്ടാവും. ഒരാളും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല കേട്ടോ. അതാണ് പരലോകത്തിലെ അവസ്ഥ. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് നമുക്കുണ്ടെങ്കിൽ, നമ്മെ സഹായിക്കാൻ നമ്മുടെ കൂട്ടുകാരനുണ്ട്, കൂട്ടുകാരിയുണ്ട്. ഇനി ആരും നമ്മെ സഹായിക്കാനില്ലെങ്കിലും ഈ ലോകം മുഴുവനും ഒരു പക്ഷേ ആളുകൾ നമ്മെ സഹായിക്കും. എന്നാൽ പരലോകത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അവിടെ എത്തിപ്പെടുന്ന സന്ദർഭങ്ങളിലൂടെ യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിദിൻ ബിബനീ وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പൊന്നു ഉപ്പമാരെ, ഉമ്മച്ചിമാരെ, നമുക്ക് നമ്മുടെ മക്കള് വലിയ സമ്പത്തല്ലേ? നമുക്ക് നമ്മുടെ പൊന്നോമന മക്കളെ വലിയ കാര്യമല്ലേ? നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നോമന മക്കള് നമ്മൾ വാരിപ്പുണരുമ്പോൾ നമുക്കുണ്ടാകുന്ന കൗതുകവും ആനന്ദവും സന്തോഷവും എത്രയാണ് അല്ലേ? എത്രയാണ്! എന്നാ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, ഈ മക്കളും മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും ഭാര്യയും ഭർത്താവും എല്ലാം നാളെ പരലോകത്ത് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. നാളെ പരലോകത്ത് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. അന്ന് ഒരു ഉമ്മക്കും ഒരു മകനെ ആവശ്യമില്ല, ഒരു ഉപ്പക്കും ഒരു മകനെ ആവശ്യമില്ല, ഒരു ഭാര്യക്കും ഒരു ഭർത്താവിനെ ആവശ്യമില്ല, ഒരു ഭർത്താവിനും അവന്റെ സഹധർമ്മിണിയെ ആവശ്യമില്ല. കത്തിയെരിയുന്ന നരകം ഇങ്ങനെ കാണുമ്പോ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ റബ്ബിനോട് പറഞ്ഞു പോകുന്ന അവസ്ഥ എന്താ? പടച്ചോനെ, കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? ഞാൻ എൻ്റെ മക്കളെ വിട്ടു നൽകാം. ഇവിടെ നമ്മുടെ മക്കൾ നമുക്കാരായിരുന്നു? ഇവിടെ നമ്മുടെ മക്കൾ നമുക്കാരായിരുന്നു? ഇത് ചിന്തിക്കേണ്ടത് ഈ ഒരു സന്ദർഭത്തിലാ, ദുനിയാവിന്റെ ജീവിതത്തിലാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമുക്കാരായിരുന്നു അല്ലേ? അവരുടെ ശരീരത്തിൽ ഒരു മുറിവാകുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത നമ്മള്, ഒരു മണ്ണാകുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത നമ്മള്, പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് പറഞ്ഞു പോകാണ്, അല്ലാ എൻ്റെ മക്കളെ ഞാൻ വിട്ടു നൽകാം, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവോ? ഇതൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രഖ്യാപിക്കുന്ന സത്യം. അവിടുന്ന് അങ്ങോട്ട് മനുഷ്യൻ പറഞ്ഞു പോവുകയാ, എൻ്റെ സഹധർമ്മിണിയെ ഞാൻ വിട്ടു നൽകാം, എൻ്റെ സഹോദരനെ ഞാൻ വിട്ടു നൽകാം. അവസാനമായി മനുഷ്യൻ പറഞ്ഞു പോകുന്നു, വമൗ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. പടച്ചോനെ, ദുനിയാവിലുള്ളത് മുഴുവനും ഞാൻ വിട്ടുതരാം, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇതാണ് പരലോകം. ഈ ഒരു പരലോകത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടത് എവിടെ വെച്ചുകൊണ്ടാ? ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം എവിടെയാണ്, എപ്പോൾ, എങ്ങനെ എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല അല്ലേ? നമ്മുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയാലോ. അതന്നെ ചില ആളുകൾക്ക് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടൂല. നമ്മുടെ അവസ്ഥ
അല്ലേ? നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പെട്ടെന്ന് ഒരാൾ ചോദിച്ചാൽ ഒരു പക്ഷെ നമുക്ക് പെട്ടെന്ന് കിട്ടൂല. എന്നാൽ നമ്മുടെയൊക്കെ മരണം എപ്പോഴാണ് നമുക്കറിയോ? ഇല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്ത കാരുണ്യമില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മരണത്തിൻ്റെ അവസ്ഥയും തീയതിയും ആ ഒരു സന്ദർഭമൊക്കെ പറഞ്ഞു തന്നാൽ ഈ ദുനിയാവിൽ ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? മക്കളോടൊത്ത്, ഭാര്യയോടൊത്ത്, കുടുംബക്കാരോടൊത്ത് കഴിയുന്ന ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹ് പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരാൾക്കും അറിയുകയില്ലല്ലോ എവിടെ വെച്ചുകൊണ്ട് എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ, നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണേ എന്നാണ്. പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നാട്ടുകാരെ, സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം യാത്രയിലാണോ, സന്തോഷത്തിലാണോ, സങ്കടത്തിലാണോ, സഹതാപത്തിലാണോ, മരണത്തെക്കുറിച്ച് നീ ചിന്തിച്ചോ? മരണത്തെക്കുറിച്ച് ആലോചിച്ചോ? പ്രിയപ്പെട്ടവരെ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത്ത് മിൻ ദുർരി അസ്വാബ. ജീവിതമാകുമ്പോൾ പ്രയാസമുണ്ടാകും, ജീവിതമാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, എത്രയോ മാരകമായി കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും, ജീവിതമാകുമ്പോൾ ശാരീരികമായി കൊണ്ടുള്ള പ്രയാസമുണ്ടാകും. തളർന്നു പോകരുത്. അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞു പോകരുത്. റബ്ബിന് ഇഷ്ടമില്ലാത്ത കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും നന്നായി റബ്ബിനോട് മാത്രം ദുആ ചെയ്യുന്ന ഒരു പ്രകൃതമാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരു ഷെയ്ഖിനെയോ, ഒരു ബീവിയെയോ, ഒരു തങ്ങളെയോ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പാടുള്ളതെല്ലാം ആരോട് മാത്രം പ്രാർത്ഥിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളാരും നിങ്ങളെ ബാധിച്ച ഒരു വിഷമം കാരണം നിങ്ങൾ ഒരാളും മരണത്തെ കൊതിച്ചു പോകരുത് എന്നാണ്. എന്നാൽ നമ്മുടെ കേരളക്കരയിൽ എത്രയെത്ര ആത്മഹത്യ കേസുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതും. ഇപ്പം ഈ ഒരു സംസാരത്തിന് മുമ്പ് നടന്ന അഷ്റഫുക്കാടെ സംസാരത്തിൽ നമ്മൾ കേട്ടില്ലേ പ്രിയപ്പെട്ടവരെ? എത്ര ആത്മഹത്യകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തേ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നടക്കാനുള്ള കാരണം? ജീവിതത്തിൽ ഒരു സമാധാനമില്ല, ജീവിതത്തിൽ ശാന്തിയില്ല, സുഖമില്ല, സൗഖ്യമില്ല. എപ്പോഴാണ് ശാന്തി ഉണ്ടാകുക? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ അവനിക്ക് സമാധാനം ഉണ്ടാകുക എന്നറിയോ? ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുമ്പോഴാണ്, അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. അല്ലേ? ആ സത്യവിശ്വാസികളുടെ ഗുണം അല്ലാഹ് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറക്കും. അല്ലേ? അപ്പൊ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളാരും മരണത്തെ ആഗ്രഹിച്ചു പോകരുത്. അങ്ങനെ നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ. പടച്ചോനെ, എനിക്ക് ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ അല്ലാഹ്. വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ. പടച്ചോനെ, എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ റബ്ബേ എന്നെ നീ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു പോയത്. അല്ലാതെ ഒരു കയറെടുത്ത് തൂങ്ങാനല്ല, അത് പരിഹാരമല്ല. സ്വന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ജീവനെ കവർന്നെടുക്കുവാനല്ല. അങ്ങനെ ഒരാൾ ചെയ്താൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് നരകം അവൻ്റെ മേൽ നിർബന്ധമാണ്. അവൻ സ്വർഗത്ത് പ്രവേശിക്കൂല. അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് മടക്കുക പ്രാർത്ഥനയെ. അല്ലേ? നോക്കിയേ നിങ്ങൾ, അതിനൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എന്ത് ത്യാഗമാണ് ഇവിടെ സഹിച്ചിട്ടുള്ളത്. നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് പരീക്ഷണമാണ് നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഒരു കൊറോണ വന്നതാണോ നമ്മൾ വാങ്ങിയ പരീക്ഷണം? വലിയ ചൂടായി നടക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, കിടക്കാൻ കഴിയുന്നില്ല, പ്രയാസം, അതാണോ പരീക്ഷണം?
പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളൊക്കെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ കേട്ടാലേ നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. കൈകാലുകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് തലയുടെ മധ്യഭാഗത്തു കൂടി മൂർച്ചവേറിയ വാളുകൾ കൊണ്ട് അരിഞ്ഞെടുക്കുന്ന പ്രകൃതം അനുഭവിച്ച ആളുകൾ നമ്മുടെ മുൻഗാമികളിലുണ്ട്. ചുട്ടുപഴുത്ത മരുഭൂമിയിൽ കൊണ്ടുവന്ന് ശരീരത്തിന്റെ നെഞ്ചത്ത് ഭാരമുള്ള പാറകൾ കയറ്റിവെച്ച് കൈകാലുകൾ ഇരുദിശയിലേക്ക് വലിച്ചു നീട്ടപ്പെട്ടിരുന്ന അവസ്ഥയുണ്ടായ ആളുകൾ നമ്മുടെ മുൻഗാമികളിലുണ്ട്. അവരൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ത്യാഗമാണ് അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്തു പോയത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കണം. ഈ ദുനിയാവിലൂടെയുള്ള ജീവിതം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുവാനുള്ള ഒരു അവസരമായിട്ട് തന്നതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് ആ റബ്ബ്. എന്തിനു വേണ്ടിയിട്ടാ? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാ. അയ്യുകും അഹ്സനു അമലാ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാൻ. ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുവാനുള്ള ഒരു കലവറയായിട്ട് വെച്ചതാണ് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിലെ ജീവിതം. അല്ലാതെ അവിടെ സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടല്ല. ചില ആളുകൾ അങ്ങനെ കരുതിയിട്ടുണ്ട് അല്ലേ? എന്നാ സമ്പത്ത് വേണ്ടേ? സമ്പത്ത് വേണം, നമുക്ക് ജീവിക്കണം. എന്നാൽ പരലോകത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മരണം അതൊരു സത്യമാണ്, അതൊരു ഹക്കാണ്. ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പ് തയ്യാറാക്കി വെക്കേണ്ടുന്ന തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടുള്ള ജീവിതം, ബാധ്യതകൾ നിർവഹിച്ചു കൊണ്ടുള്ള ജീവിതം, ഏത് നിമിഷവും ഈ ലോകത്തോട് വിട പറയേണ്ടവനാണ് ഞാൻ എന്നുള്ള ബോധം, ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മരണം ആസന്നമായവരുടെ അവസ്ഥ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ സത്യമാണ്. അല്ലാഹ് പറയാണ്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോടാണ് പ്രിയപ്പെട്ടവരെ ഈ വർത്തമാനം സംസാരിക്കുന്നത്. അല്ലാഹ് പറയാണ്, അവരുടെ അടുക്കലേക്ക് അതാ മരണമങ്ങ് കടന്നു വരുമ്പോ, അവരുടെ അടുക്കലേക്ക് ആ മരണമങ്ങ് കടന്നു വരുമ്പോ അവൻ പറഞ്ഞു പോകുന്നു, റബ്ബിർജിഊൻ, പടച്ചോനെ എന്നെ ഒന്ന് നീ മടക്കി തരുമോ അല്ലാ. ആ ഒരു വാക്ക് നാലിച്ചോക്കണേ, റബ്ബിർജിഊൻ, പടച്ചോനെ ഒന്ന് മടക്കി തരൂ. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെള്ളം നൽകി, വായു നൽകി, ഭക്ഷണം നൽകി, ജീവിതത്തിലുടനീളം നമുക്ക് ജീവിക്കുവാനുള്ള എല്ലാ അവസ്ഥകളും പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ട് 10, 60, 70, 72, 26, 25 വയസ്സ് ഇവിടെ പടച്ച റബ്ബ് നൽകിയിട്ട് ആ റബ്ബിങ്കിലേക്ക് കർമ്മങ്ങൾ കൊണ്ടുപോകാൻ കഴിയാതെ താന്തോന്നികളായി, ധിക്കാരികളായി, ഗർവോടുകൂടി, അഹങ്കാരത്തോടുകൂടി പരലോകക്ക് അതൊക്കെ ഉണ്ടോ, ഖബർ ജീവിതം അതുണ്ടോ എന്നൊക്കെ പരിഹാസ രൂപത്തിൽ താന്തോന്നികളായി നടന്ന മനുഷ്യരുടെ വല്ലാത്ത അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. പടച്ചോനെ ഒന്ന് പിന്തിപ്പിച്ചു തരുമോ അല്ലാ. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് നാഥാ. നമസ്കാരം പോലെയുള്ള, സ്വതക്ക പോലെയുള്ള, സകാത്ത് പോലെയുള്ള, ഉംറ പോലെയുള്ള, ഹജ്ജ് പോലെയുള്ള എല്ലാ നന്മകളും ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് റബ്ബേ. അതൊന്ന് ചെയ്തു തീർക്കുവാനുള്ള ഒരു അവസരം എനിക്ക് തരുമോ? എന്നെ ദുനിയാവിലേക്കൊന്ന് കൂടി വിടുമോ റബ്ബേ എന്ന് പറയുമ്പോ നമ്മുടെ കൽബറിയുന്ന റബ്ബ് നമ്മളോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, കല്ലാ
ഒരിക്കലുമില്ല മനുഷ്യ. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വാക്ക് മാത്രമാണ്. അതാ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. മരണമെത്തുമ്പോൾ സത്യനിഷേധിയായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു പോകുകയാണ്, റബ്ബിർജൂൻ, പടച്ചോനെ ഒന്നെന്നെ മടക്കി തരൂ. കാരണം എന്താ? അവന് ബോധ്യായി മലക്കുൽ മൗത്ത് അനുയായികളും കടന്നു വരുമ്പോ, പ്രിയപ്പെട്ടവരെ, കൂടെ മക്കളുണ്ടെങ്കിലും കാര്യമില്ല, ഭാര്യയുണ്ടെങ്കിലും കാര്യമില്ല, അതുപോലെ തന്നെ നാട്ടുകാരുണ്ടായോ കാര്യമില്ല, നമ്മുടെ അമലുകൾ മാത്രമാണ് നമുക്ക് ഉപകാരമായിട്ട് വരുന്നത്. ആ സന്ദർഭത്തിൽ അവൻക്ക് ബോധ്യമാവുകയാണ്, പടച്ചോനെ ഇതെന്റെ അവസാനത്തെ സന്ദർഭമാണല്ലോ റബ്ബേ, ഇനി എനിക്ക് പള്ളിയിലേക്ക് പോകുവാനുള്ള അവസരമില്ലല്ലോ അല്ലാ, ഇനി എനിക്ക് ദാനധർമ്മം ചെയ്യുവാനുള്ള അവസരമില്ലല്ലോ അല്ലാ, എൻ്റെ മാതാപിതാക്കളെ പരിപാലിക്കുവാൻ ഇനി എനിക്ക് അവസരമില്ലല്ലോ അല്ലാ, എൻ്റെ മക്കളോട് കാരുണ്യത്തോടു കൂടി ഒന്ന് വർത്തിക്കുവാൻ, അവരെ വന്ന് കൂട്ടിപ്പിടിക്കുവാൻ, അവർക്ക് ദീനെത്തിച്ചു കൊടുക്കുവാനുള്ള അവസരം ഇനിയില്ല അല്ലാ, അതുകൊണ്ട് എന്നെ ഒന്ന് പിന്തിപ്പിച്ചു തരുമോ എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഒരു മൈക്രോ സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻക്ക് പിന്തിപ്പിച്ചു കൊടുക്കുന്നതെല്ലാം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്ത വലിയ ഒരു കാരുണ്യമാണ്. ഏത്? ഈ ദുനിയാവില് നമുക്ക് നൽകിയ അനുഗ്രഹമൊക്കെ നൽകി ഈ ദുനിയാവിൽ അള്ളാഹ്ക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കുവാനുള്ള അവസരം നൽകുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു സത്യനിഷേധിയുടെ അവസ്ഥയാണെങ്കിൽ ഒരു നല്ല മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയെന്നറിയോ? വിശാലമായ ഹദീസുകളാണ്. ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അവൻ ഭയപ്പെടേണ്ടതില്ല. ഒരു നല്ല മനുഷ്യനാകേണ്ടത് ആരുടെ മുമ്പിലാ പ്രിയപ്പെട്ടവരെ? ആരുടെ മുമ്പിലാണ് നമ്മൾ നല്ലൊരു മനുഷ്യനാകേണ്ടത്? ഇപ്പോൾ കുറേ ആളുകൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കർമ്മങ്ങൾ സ്വീകരിക്കില്ല. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇഖ്ലാസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശശുദ്ധി എന്താണ്? ഞാൻ നന്നായി നിസ്കരിക്കുന്ന ഒരാളാണെന്ന് ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ എന്നാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ പ്രതിഫലം അള്ളാഹിൻ്റെ അടുത്ത് നമുക്കില്ല. ആളുകൾ പറയും, മാഷാ അല്ലാ, ആ വ്യക്തി എത്ര നല്ലൊരു വ്യക്തിയാണ്, അവൻ്റെ നമസ്കാരം എത്ര നല്ല നമസ്കാരമാണ് എന്ന് ആളുകൾ പറയും. എന്നാൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലോ അള്ളാഹിൻ്റെ അടുത്ത് നമുക്ക് പ്രതിഫലം കിട്ടും. ഒരു നല്ല മനുഷ്യനാകേണ്ടത് റബ്ബിൻ്റെ മുമ്പിലാണ്, ഏറ്റവും നന്നായിട്ട് ഈമാനോടുകൂടി. അള്ളാഹു അതിനൊക്കെയുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല മനുഷ്യൻ്റെ അവസ്ഥയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അല്ലാഹ് പറയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞു പോവുകയാ, ഞങ്ങളുടെ രക്ഷിതാവ് റബ്ബാണെന്ന് പറഞ്ഞവർ, ആ പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല പ്രിയപ്പെട്ടവരെ, സുമ്മസ്തഖാമൂ, എന്നിട്ട് നേരെ ചൊവ്വേ പോയവര്, ഏറ്റവും നല്ല റൂട്ടിൽ സഞ്ചരിച്ച ആളുകൾ, ഏറ്റവും നല്ല റൂട്ടിൽ സഞ്ചരിച്ച ആളുകൾ. സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കലേക്ക് അതാ മലായിക്കത്തുകൾ കടന്നു വരികയാ. അവരുടെ അടുക്കലേക്ക് മലായിക്കത്തുകൾ കടന്നു വരുമ്പോൾ അവരോട് പറഞ്ഞു പോവുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല. നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് പെട്ടു. ഒരു ഉദാഹരണം പറയാട്ടോ, നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പെട്ടു. അവിടെ വാഹനമില്ല, നമ്മളെ കൊണ്ടുപോകാൻ ആളില്ല, നമുക്കൊരു പരിചയവുമില്ല. ആ സന്ദർഭത്തിൽ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാണ്, സഹോദരാ നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ പരിപാലിക്കാം, നിനക്ക് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുതരാം എന്ന് പറയുമ്പോൾ ഒരു മാനുഷികമായി കൊണ്ടുള്ള പരിഗണന ജീവിതത്തിലുടനീളം നമ്മൾ ആ വ്യക്തിക്ക് എന്നും കൊടുക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹിൻ്റെ മലായിക്കത്തുകൾ വന്നുകൊണ്ട് പറയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗത്തെ കുറിച്ച് നിങ്ങൾ സന്തോഷമടഞ്ഞു കൊള്ളുക മനുഷ്യ.
മലായിക്കത്തുകൾ പറയുമ്പോ പ്രിയപ്പെട്ടവരെ എത്ര സന്തോഷമുണ്ടാകും ആ മനുഷ്യനെ, പ്രിയപ്പെട്ടവരെ എത്ര ആനന്ദമുണ്ടാകും ആ മനുഷ്യനെ. അതുകൊണ്ടല്ലേ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു നല്ല മയ്യിത്തല്ലാത്ത ഒരു ചീത്ത മയ്യിത്തിനെ കൊണ്ടുപോകുമ്പോൾ ആ ചീത്ത മയ്യിത്ത് ഇങ്ങനെ അട്ടഹസിക്കുകയാണല്ലോ, നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്, നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഒരു നല്ല മയ്യിത്താണെങ്കിൽ അവൻ പറഞ്ഞു പോകുന്നുണ്ടല്ലോ, ഖദ്ദിമൂനി ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോ, വേഗം കൊണ്ടുപോ. രണ്ടുപേർക്കും അറിയാം എവിടേക്കാണ് പോകുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ മരണമെന്നുള്ള വാസ്തവം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പേ അമലുകൾ കൊണ്ട് കർമ്മനിരതരാകുവാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. മൈനറിയ തീമായി കൺതടം തുടച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുന്നിലെന്നും പുഞ്ചിരിച്ചവളല്ലേ. പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ വാസ്തവം എങ്ങനെയാണെന്നറിയുമോ? ഒരാൾക്കും നമ്മെ സഹായിക്കാൻ കഴിയില്ലല്ലോ. കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് പോലും അറിയുന്നില്ല എന്റെ പ്രിയതമൻ ഇന്ന സമയത്തിതാ മരണപ്പെടാൻ പോവുകയാണ്. സ്വന്തം കുട്ടിയുടെ വിഷയം മാതാപിതാക്കൾക്ക് പോലും അറിഞ്ഞു പോകുന്നില്ല. എല്ലാവരെയും വിട്ടുകൊണ്ട്, ഭാര്യയെ വിട്ടുകൊണ്ട്, മക്കളെ വിട്ടുകൊണ്ട് നമ്മൾ പോകുന്നവിടേക്കാണ്. പ്രിയപ്പെട്ടവരെ, ആരാരുമില്ലാത്ത, ആരാരും സഹായിക്കാനില്ലാത്ത ആറടി മണ്ണായ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കുന്ന അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കിടന്നുറങ്ങുന്ന അവസ്ഥ എങ്ങനെയാണ്? ശീതീകരിച്ച നല്ല സുന്ദരമായ മുറിയില് മെത്ത വിരിച്ചുകൊണ്ടുള്ള AC-യും ഫാനും ഒക്കെ ഓണാക്കി എത്രത്തോളം നൈർമല്യമായ കിടക്കയും മെത്തയും സംവിധാനവും നമുക്കുണ്ടോ അതെല്ലാം നമ്മൾ ഉപയോഗിച്ചു കൊണ്ട് നമ്മൾ കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണത്തോടു കൂടി നമ്മളെ കൊണ്ടുപോയി വെക്കുന്നത് ആറടി മണ്ണായ ഖബറിലേക്കാണ്. നമ്മൾ മറന്നു പോകാൻ പാടില്ല. ആ ഖബറെന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മെടക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. പ്രിയപ്പെട്ടവരെ, ആ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കുമ്പോ എത്ര വലിയ കുബേരനായാലും കുചേലനായാലും എക്സ്ട്രാ ആയിട്ടുള്ള ഒന്നും ആ ഖബറിലേക്ക് വെച്ചു കൊടുക്കുന്നില്ല. ഒരു മക്കളും പറയുന്നില്ല എൻ്റെ പൊന്നു പിതാവാണ്, എൻ്റെ പൊന്നു മാതാവാണ്, ആ കിടത്തത്തിൽ നിങ്ങളൊരു മെത്ത വിരിച്ചു കൊടുക്കൂ എന്ന് ലോകത്ത് ഇന്ന് വരെ ഒരു മാതാപിതാക്കളും മക്കളുടെ വിഷയത്തിലോ, ഒരു മക്കളുടെ വിഷയത്തിൽ ഒരു മാതാപിതാക്കളോ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ആ ആറടി മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കവിള്, നമ്മൾ ഏറ്റവും നന്നായി നമ്മുടെ സൗന്ദര്യത്തെ നമ്മൾ മിനിച്ചെടുത്ത നമ്മുടെ മുഖമില്ലേ, ആ മുഖം അങ്ങനെ നിലത്തിലേക്ക് പതിച്ചു വെക്കുന്ന സന്ദർഭങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖബറങ്ങ് മൂടി വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അഹ്ലിയങ്ങളെല്ലാവരും പിന്തിരിഞ്ഞു പോയാൽ പ്രിയപ്പെട്ടവരെ, ആ ഖബറിന്റെ ഉള്ളിൽ നമുക്ക് ഏറ്റവും നല്ല സമാധാനം എന്നുള്ളത് നമ്മുടെ അമലുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യത്ബഉൽ മയ്യിത്തു സലാസ, ഒരു മയ്യിത്തിനെ 3 കാര്യങ്ങളാണ് പിന്തുടരുക എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾക്കുള്ള കാര്യമല്ല പ്രിയപ്പെട്ടവരെ. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വരാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ആഖിബത്തിനെ പടച്ച റബ്ബ് നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. 3 കാര്യങ്ങൾ പിന്തുടരുമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഏതൊക്കെയാണെന്നറിയുമോ? അഹ്ലുഹു, ഒന്നവൻ്റെ കുടുംബമാണ്, അവൻ്റെ കുടുംബമാണ്. അതുപോലെ തന്നെ വമാലുഹു, അവൻ്റെ സമ്പത്താണ്. അതുപോലെ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത് വഅമലുഹു, അവൻ്റെ പ്രവർത്തനങ്ങളാണ്. പ്രവർത്തനങ്ങൾ നല്ലതാണെങ്കിൽ അത്, ചീത്തതാണെങ്കിൽ അത്.
നല്ലതാകാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ പിന്തുടരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മുടെ ചിന്തകളെ തട്ടി ഉണർത്തുമാറ് പഠിപ്പിക്കാട്ടോ. ഫയർജു ഇസ്നാനി, അവിടുന്ന് 2 തിരിച്ചു പോരും. 2 അവിടുന്ന് തിരിച്ചു പോരും. ഏതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ആ 2 കാര്യങ്ങൾ? ഒന്ന് അഹ്ലുഹു, അവൻ്റെ കുടുംബമാണ്. ഒന്നവൻ്റെ കുടുംബമാണ്. രണ്ടാമതായി വമാലുഹു, അവൻ്റെ സമ്പത്താണ്. ഒരു 20 മിനിറ്റ് പോലും അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് നമസ്കരിക്കാൻ കഴിയാതെ സമ്പാദിക്കണമെന്ന് കരുതി മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നൊക്കെയുള്ള ഓമനപ്പേര് വിളിച്ചുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളെ നമ്മൾ ചെലവഴിക്കാതെ, കൃത്യമായി അനുഷ്ഠിക്കാതെ, ആ സമയത്ത് പോലും നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ ആ സമ്പാദ്യമില്ലേ, ആ സമ്പത്ത് അവിടുന്ന് പിരിഞ്ഞു പോകും. 2 കാര്യങ്ങൾ പിന്തിരിഞ്ഞു പോരും. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വയബ്ഖാ വാഹിദ്, ഒന്നവിടെ അവശേഷിച്ചു നിൽക്കും. വഅമലുഹു, അവൻ്റെ പ്രവർത്തനം അവിടെ അവശേഷിച്ച് നിൽക്കും. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ആ പ്രവർത്തനം അത് എത്രത്തോളം നമുക്ക് നന്നാക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം നമ്മൾ നന്നാക്കുക. അപ്പം ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊരു അവസരമാണ്. എന്തിനുള്ള അവസരം? പരലോകത്തേക്ക് നന്നായി അധ്വാനിക്കുവാനുള്ള അവസരം. അതുകൊണ്ട് ഈ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് A to Z വരെ കൃത്യമായി കൊണ്ട് നമ്മൾ നിർവഹിക്കുക. എല്ലാ ബിദ്അത്തിന്റെ മേഖലകളിൽ നിന്നും പരിപൂർണമായി നമ്മൾ മാറി നിൽക്കുക. അല്ലേ? എത്രയെത്ര ബിദ്അത്തിന്റെ പുതിയതായി കൊണ്ടുള്ള നിർമ്മിതികളാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ബിദ്അത്തിന്റെ മേഖലകളിൽ നിന്ന് നമ്മൾ പരിപൂർണമായി കൊണ്ട് മാറി നിൽക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ വലിയ മഹത്വത്തോടുകൂടി, വലിയ പോരിശയോടുകൂടി പലവിധ ദിക്റുകളും സ്വലാത്തുകളും ഇല്ലാത്ത രൂപത്തിലുള്ള സ്വലാത്തുകളെ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും പരിചയമില്ലാത്ത സ്വലാത്തുകളെ, അല്ലേ? ഓക്കെ, നിങ്ങൾ സ്വലാത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മളൊക്കെ സ്വലാത്ത് ചെല്ലണം. ആ സ്വലാത്ത് ചെല്ലാത്തവൻ പിശുക്കനാണ് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എന്നാൽ സ്വലാത്ത് വാർഷികം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. സ്വലാത്ത് പെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പഠിപ്പിച്ചിട്ടില്ല. ഏതുപോലെ താജ് സ്വലാത്ത് പോലെ, കഞ്ചുൽ അർഷ് പോലെയുള്ള, നാരിയത്ത് സ്വലാത്ത് പോലെയുള്ള ഈ രൂപത്തിലുള്ള സ്വലാത്തുകളൊക്കെ പ്രിയപ്പെട്ടവരെ നിർമ്മിതികളാണ്. ശിർക്കിന്റെ അപകടകരങ്ങളായിട്ടുള്ള വരികൾ അടങ്ങിയിട്ടുള്ള ഓരോന്നും അതിൽ അടഞ്ഞു കൂടിയിട്ടുണ്ട്. പഠിക്കണം, നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതെ, ഈ ബിദ്അത്തിന്റെ മേഖലയിൽ നിന്നെല്ലാം പരിപൂർണമായി കൊണ്ട് മാറി നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഉദാത്തമായ ഒരു നല്ല വ്യക്തിയായി, ഒരു നല്ല ഈമാനുള്ള, നല്ല ഇഖ്ലാസുള്ള, അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു അടിമയായി ഞാൻ ജീവിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൻ്റെ അവസ്ഥയിലാണ്. അറിയുമോ നിങ്ങൾക്ക് എത്രയെത്ര സഹോദരന്മാരാണ്, സഹോദരിമാരാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളോട് വിട പറഞ്ഞു പോയത്. എന്നും നമ്മുടെയൊക്കെ പലരുടെയും മാതാപിതാക്കള് മക്ബറകളിൽ അന്തി ഉറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു ദിവസം ഒരു യാത്ര എനിക്കും നിങ്ങൾക്കും പോകേണ്ടതുണ്ട് എന്നുള്ളത്? ഒരു മയ്യത്തിനെ പോയി സന്ദർശിക്കുമ്പോ, ഒരു മയ്യത്തിനെ കുളിപ്പിക്കുമ്പോ, ഒരു മയ്യത്തിനെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോ, അല്ലാഹുവേ ഇതുപോലെ ഒരു ദിവസം എനിക്കും വരാനുണ്ട് എന്നുള്ള ചിന്ത പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയില്ലേ, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്കത് പരലോക ചിന്തയുണ്ടാക്കി തരും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സഹോദരി സഹോദരന്മാർ ഈ ദുനിയാവിൻ്റെ അവസ്ഥകളിലൂടെ പ്രയാസപ്പെട്ട് കൊണ്ടുപോകുമ്പോഴാണ്
മുസ്ലിം നാമകാരികളായിട്ടുള്ള എത്രയോ ആളുകൾ അധർമ്മത്തിൻ്റെ മേൽ അധർമ്മങ്ങളുമായി, പ്രയാസത്തിൻ്റെ മേൽ പ്രയാസങ്ങളുമായി തെറ്റായ ചിന്തയിലേക്കും തെറ്റായ പ്രവർത്തനത്തിലേക്കും കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരിമാരെ, യുവാക്കളെ, നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്, യുവത്വം അത് ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ്. ജീവിതത്തിലുടനീളം ഒരിക്കലും ഇനി ജീവിതം തിരിച്ചു കിട്ടാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമ്മളൊക്കെ ആശിച്ച് നമുക്കൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ആ ഒരു യുവത്വം എന്നുള്ള ആ ഒരു മേഖല നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ മരണമെന്നുള്ള വാസ്തവം നമ്മെ പുൽകുമ്പോൾ നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടു പോകുമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കവി പാടിയ ഒരു പാട്ടുകൂടി പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലാബുദ്ദ ഖൗദുൻ ഹുനാലിക മൗറൂദുൻ ബിലാ കദിബിൻ ലാബുദ്ദ മിൻ വിർദിഹി യൗമൻ കമാ വറദു. അതേ, മരണമെന്നുള്ള ഒരു തടാകം, ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചവരാണ് പലരും. ആ തടാകത്തിൽ നിന്ന് എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ വെള്ളം കുടിക്കേണ്ടവരാണ്. ആ ഒരു ധാരണ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. കഴിവിൻ്റെ പരമാവധി അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിനായി നമ്മൾ സദാ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ആഖിബത്തിനെ, നമ്മുടെയൊക്കെ അവസാനത്തെ സന്ദർഭത്തെ പടച്ച റബ്ബ് നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ, നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.